തിരുകുമാരനും അമ്മ മാതാവിനും ഈ ആൽത്താരയിൽ വന്ന് എന്നെ സാക്ഷ്യം പറയാൻ നിയോഗിച്ചതിൽ നന്ദി പറയുന്നു. എൻ്റെ പേര് ജി സതീഷ് എന്നാണ്. ഞാനൊരു ഹിന്ദുവാണ്. ഞാൻ സൗദി അറേബ്യ, ഇതെൻ്റെ ഭാര്യ, ഒന്ന് മകള്, ഒന്ന് മരുമകൻ, ഒന്ന് ചെറുകുട്ടി. ഞാൻ 2024 സൗദി അറേബ്യയിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എനിക്കൊരു അസുഖം വരികയും യൂറിൻ പോവാതിരിക്കുകയായിരുന്നു. ഞാൻ 6 മാസം വരെ അവിടെ ചികിത്സിച്ചു. 6 മാസമായപ്പോഴത്തേക്ക് ഡോക്ടർ പറഞ്ഞ് നാട്ടിൽ പോയി ഓപ്പറേഷൻ ചെയ്യാൻ പറഞ്ഞു. ഞാൻ അവിടെ നിന്ന് ഡേറ്റിൽ പ്രാർത്ഥിച്ചാണ് വന്നത്. പിന്നെ എൻ്റെ ഒരു കൂട്ടുകാരൻ ജോൺ എന്ന് പറയുന്ന കൂട്ടുകാരൻ പറഞ്ഞു, പിന്നെ നിങ്ങൾ കൃപാസന മാതാവ് എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട്, ആലപ്പുഴയാണ്, നിങ്ങൾ അവിടെ പോയി ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചാൽ മതി, ഓപ്പറേഷൻ ചെയ്യരുതെന്ന് പറഞ്ഞു. ഞാനങ്ങനെ പിന്നെ എറണാകുളത്ത് നെടുമ്പശ്ശേരി എയർപോർട്ടിൽ വന്നു. രാത്രി ഇവിടെ വന്നു, ഇവിടെ റൂമെടുത്ത് താമസിച്ചു. പിറ്റേന്ന് രാവിലെ വന്നു ഉടമ്പടി എടുത്തു. ഉടമ്പടിയിൽ വേറൊരു നിയോഗം ഞാൻ വച്ചില്ല. എൻ്റെ രോഗം മാറ്റിത്തരണം, കാര്യം മാറാത്ത രോഗമാണെന്ന് ഡോക്ടർ പറഞ്ഞതുകൊണ്ട് വേറെ നിയോഗമൊന്നും വച്ചില്ല. 2 മാസം ഞാൻ അവിടെ ട്രീറ്റ്മെൻറ്റ് ചെയ്തു. എല്ലാ മരുന്നുകളും കഴിച്ചതിന് ശേഷമാണ് ഡോക്ടർ പറയുന്നത് നാട്ടിൽ പോകാൻ. അങ്ങനെ ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് ഇവിടുത്തെ ഉടമ്പടി തൈലവും ഉപ്പും കൊണ്ടുപോയി. വേറെ ഒരു മരുന്ന് ഞാൻ ഉപയോഗിക്കാറില്ല. ഈ ഉടമ്പടി തൈലവും ഉപ്പും മാത്രമേ ഉപയോഗിക്കാറുള്ളൂ. അങ്ങനെ 3 മാസം ആയപ്പോഴത്തേക്ക് ഞാൻ വീട്ടിൽ അപ്പം അന്ന് എയർപോർട്ടിൽ നിന്ന് വന്ന് ഉടമ്പടി എടുത്ത് വീട്ടിൽ ചെല്ലുമ്പോഴത്തേക്ക് അന്ന് യൂറിൻ പോയപ്പോഴത്തേക്ക് ബ്ലഡും യൂറിനുമായിട്ടാണ് പോയത്. പക്ഷേ അതിനുശേഷം ഇതുവരെയും അങ്ങനെ അസുഖം ഉണ്ടായിട്ടില്ല. അത് കഴിഞ്ഞ് 3 മാസം ആയപ്പോഴത്തേക്ക് പോയി സ്കാൻ ചെയ്ത് നോക്കിയപ്പോഴത്തേക്ക് എനിക്ക് അങ്ങനെ രോഗമില്ല. ഇതുവരെ ഞാൻ മരുന്നും കഴിച്ചില്ല, എനിക്ക് അങ്ങനെ അസുഖമില്ല. ഇനി ബാക്കി ഞാൻ ആ രണ്ടാമത്തെ സാക്ഷിക്ക് ഉടമ്പടി എടുക്കാൻ അവിടെ വന്നപ്പോഴത്തേക്ക് 3-4 നിയോഗങ്ങൾ വെച്ച് എൻ്റെ മക്കൾക്കും കുടുംബത്തിനും വേണ്ടി വെച്ചത്. അത് സാക്ഷ്യം എൻ്റെ മകൾ പറയും. എൻ്റെ പേര് ഗായത്രി, ഞാനൊരു ജനറൽ നേഴ്സാണ്. എനിക്ക് ജോലി ഇല്ലാതിരുന്ന സമയത്ത് എനിക്ക് അച്ഛനൊരു നിയോഗം വെച്ചിരുന്നു. ഉടമ്പടി വന്ന് പുതുക്കി എനിക്ക് നിയോഗം വെച്ചിരുന്നു, എനിക്കൊരു ജോലി കിട്ടാൻ വേണ്ടിയിട്ട്. അങ്ങനെ എൻ്റെ ഭർത്താവ് ജോലി ചെയ്യുന്നത് സൗദിയിലാണ്. അങ്ങനെ ഞാൻ ഫ്രീ വിസ എടുത്ത് സൗദിയിൽ പോവുകയും സൗദിയിൽ 3 മാസം കൊണ്ട് ജോലി കണ്ടെത്തണം. ജോലി കണ്ടെത്തിയില്ലെങ്കിൽ നമ്മൾ തിരിച്ചു വരണമെന്നൊരവസ്ഥയുണ്ട്. അപ്പോൾ ആ 3 മാസത്തിനകം ഞങ്ങൾ 1 മാസം ആയപ്പോൾ തന്നെ എല്ലാ ഹോസ്പിറ്റലിലും CV കൊടുക്കാനായിട്ട് പോയി. ഞങ്ങൾ പ്രതീക്ഷ ഹോസ്പിറ്റലൊക്കെ നല്ല ഹോസ്പിറ്റലൊക്കെ CV കൊടുത്തു. ഞങ്ങൾ പുതിയൊരു ക്ലിനിക്ക് തുടങ്ങിയിരുന്നു. ആ ക്ലിനിക്കിൽ ഞങ്ങൾ വെറുതെ ഒന്ന് CV കൊടുത്താണ്, വിളിക്കോ ഇല്ലയോ എന്ന് നോക്കാം, വെറുതെ ഒന്ന് CV കൊടുത്തു. ഒരാഴ്ചയ്ക്കുള്ളിൽ അവർ വിളിക്കുകയും അവിടെ 1 മാസം കൊണ്ട് തന്നെ എല്ലാ പ്രോസസ്സിങ് കഴിയുകയും പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്യണമെന്ന് അവർ പറഞ്ഞു. 3 മാസത്തിനുള്ളിൽ തന്നെ എനിക്ക് ജോലി കിട്ടുകയും ഇപ്പോൾ ഞാൻ അവിടെ 1 വർഷമായി ആ ഹോസ്പിറ്റലിൽ തന്നെ ജോലി തുടരുകയാണ്. ഇതാണ് എൻ്റെ ആദ്യത്തെ നിയോഗം. ഈ ജോലി തന്നതിന് മാതാവിനോടും തിരുകുമാരനോടും കോടാനുകൂടി നന്ദി ഞാൻ പറയുന്നു. രണ്ടാമത് എൻ്റെ കുഞ്ഞിന് 3 വയസ്സാണ്. അവൻ്റെ പേര് നീഹാൽ. 2.5 വയസ്സായിട്ട് എൻ്റെ കുഞ്ഞ് സംസാരിക്കില്ലായിരുന്നു. അമ്മ അച്ഛ എന്ന് മാത്രമായി അവൻ പറയുന്നുള്ളായിരുന്നു, വേറെ ഒരു വാക്ക് പോലും അവൻ പറയുന്നില്ല. അപ്പോൾ ഞാൻ അച്ഛനോട് സങ്കടം പറയുകയും അച്ഛൻ ഉടമ്പടി പുതുക്കാൻ വന്നപ്പോഴത്തേക്കും നിയോഗം വെച്ച് പ്രാർത്ഥിക്കുകയും അച്ഛൻ എന്നോട് നിയോഗം വെച്ച് പ്രാർത്ഥിച്ച് വീട്ടിൽ വന്നതിന് ശേഷം അച്ഛൻ പറഞ്ഞു, നീ ഒരു 7 ദിവസം അവൻ്റെ നാക്കിൽ വിശ്വാസപ്രമാണം ചൊല്ലി തൈലം പുരട്ടണം, തൈലം പുരട്ടിയിട്ട് നീ എന്നോട് പറയണമെന്ന് പറഞ്ഞു. അങ്ങനെ കറക്റ്റായിട്ട് 7 ദിവസം വിശ്വാസപ്രമാണം ചൊല്ലി തൈലം പുരട്ടുകയും അത് കഴിഞ്ഞ് അവൻ സംസാരിച്ചു തുടങ്ങി. ഇപ്പോൾ എല്ലാ വാക്കുകളും പറയുകയും നല്ലതുപോലെ എന്ന് വെച്ചാൽ ഏത് കുഞ്ഞും എല്ലാ കുഞ്ഞും സംസാരിക്കുന്നത് പോലെ നല്ല വൃത്തിയായിട്ട് സംസാരിക്കുന്ന ഒരു കുഞ്ഞായിട്ട് എനിക്ക് മാതാവിനെ മാറ്റിത്തന്നു. അതിന് തന്നെ കോടാനുകോടി നന്ദി ഞാൻ പറയുന്നു മാതാവിനോടും തിരുകുമാരനോടും. ഞാൻ മൈക്ക് അമ്മയ്ക്ക് കൊടുക്കുന്നു. ഞാൻ സൗദിയിൽ നിന്നാണ് വരുന്നത്. സൗദിയിൽ നിന്ന് വന്ന് ഞാനും എൻ്റെ കുടുംബവും ഇപ്പോൾ ഉടമ്പടിയിലാണ് നിൽക്കുന്നത്. ഇനി ഞങ്ങൾ നാളെ തിരിച്ചു പോവുകയാണ് സൗദിക്ക്. അതിനായി സാക്ഷ്യം പറയാനായിട്ടാണ് ഞങ്ങളിപ്പോൾ ഈ വേദിയിൽ വന്നത്. എൻ്റെ പേര് ബിന്ദു, ഞാൻ തിരുവനന്തപുരത്തു നിന്നാണ് വരുന്നത്. പിന്നീട് ഞാൻ മകളുടെ സൗദിയിലാണ്. എനിക്ക് വിസിറ്റ് വിസയിലാണ് ഞാൻ അവിടെ നിൽക്കുന്നത്. എനിക്ക് വിസയുടെ കാലാവധി കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് അടുത്ത വിസ വേണമായിരുന്നു. അങ്ങനെ ഞാൻ വിസയ്ക്ക് അമ്മയുടെ ഉടമ്പടി എടുത്തപ്പോഴത്തേക്ക് വിസയ്ക്ക് വെച്ചായിരുന്നു. പെട്ടെന്ന് തന്നെ അമ്മ എനിക്കൊരു വിസ തന്ന് സഹായിച്ചു. ഞാൻ നാളെ സൗദിക്ക് പോവുകയാണ്. പിന്നെ എൻ്റെ മകൻ ഒരു 9 ലക്ഷം രൂപ 2 കൂട്ടുകാർക്കായിട്ട് കടം കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് 4 വർഷമായി തരാതിരിക്കുകയായിരുന്നു. അങ്ങനെ ഞാൻ പിന്നീട് എൻ്റെ ഭർത്താവ് ഉടമ്പടി വെച്ചപ്പോൾ ഞാനത് വെക്കണമെന്ന് പറഞ്ഞു. ഭർത്താവ് ഉടമ്പടി വെച്ചു. ഞാൻ നിരന്തരമായിട്ട് അത് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി 2 കൂട്ടുകാരും 3 മാസത്തിനകം 7.5 ലക്ഷം രൂപ വന്ന് സഹായിച്ചു. അത് അമ്മ മാതാവ് വാങ്ങി തന്നതാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു.
ഇത്രയും അനുഗ്രഹങ്ങൾ തന്ന എൻ്റെ അമ്മ മാതാവിന് യേശുപ്പയ്ക്കും 1000 നന്ദി പറയുന്നു. കാരുണ്യപ്രവർത്തനമായിട്ട് ഞങ്ങൾ ചെയ്ത് പത്രം എല്ലാ ഹോസ്പിറ്റലുകൾ തോറുമാണ് ഞങ്ങൾ പത്രം കൊടുക്കുന്നത്. എല്ലാ ഉടമ്പടി പുതുക്കലും ഞങ്ങളിവിടെ വന്ന് പത്രം വാങ്ങി ഹോസ്പിറ്റലിലാണ് കൊടുക്കുന്നത്. കാരുണ്യപ്രവർത്തനമായിട്ട് ഞങ്ങൾ ചെയ്യുന്നത് ഹോസ്പിറ്റലുകളിലും ക്യാൻസർ സെൻ്ററുകളിലും ഞങ്ങൾ ആഹാരം കൊടുക്കുകയും അതുപോലെ ക്യാൻസറായി ബാധിച്ച് കിടക്കുന്ന കുഞ്ഞുങ്ങൾക്കും മറ്റാൾക്കാർക്കും ഞങ്ങളാൽ കഴിയുന്ന സഹായം ഞങ്ങൾ ചെയ്യാറുണ്ട്. ഞങ്ങളോട് ഇങ്ങോട്ട് വിളിച്ച് ആവശ്യപ്പെടുന്നവർക്കും ഞങ്ങൾ അങ്ങോട്ട് പൈസയായിട്ടും അല്ലാതെ ഞങ്ങളായിട്ട് എന്തൊക്കെ സഹായിക്കാൻ ചെയ്യാൻ പറ്റുമോ അതൊക്കെ ഞങ്ങൾ സഹായിക്കുന്നുണ്ട്. ആത്മീയജീവിതമായി ഞങ്ങൾ ഒരുപാട് വളർന്നു. ഞങ്ങൾക്ക് എങ്ങനെ പ്രാർത്ഥിക്കണമെന്നൊന്നും അറിയില്ലായിരുന്നു. ഞങ്ങൾ ഇപ്പോൾ എല്ലാ ദിവസവും ബൈബിൾ വായിക്കുകയും എല്ലാ ദിവസവും രാവിലെ അച്ഛൻ്റെ ഡെയിലി ബ്രെഡും വൈകിട്ടുള്ള 5:30 മണിക്ക് ഞങ്ങൾ പ്രാർത്ഥിക്കുകയും ചെയ്യും. എന്നും എൻ്റെ അമ്മ ജപമാല, ഞാൻ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്നുണ്ട്, എന്നും വൈകിട്ട് എൻ്റെ അമ്മ ജപമാല കൃത്യമായിട്ട് എല്ലാ ദിവസവും അമ്മ ജപമാല പ്രാർത്ഥിക്കാറുണ്ട്. ആത്മീയമായി ഞങ്ങൾ ഒത്തിരി വളർന്നു. ഇത്രയും അനുഗ്രഹം തന്ന ദൈവത്തിനോടും തിരുകുമാരനോടും മാതാവിനോടും ഞങ്ങൾ കോടാനുകോടി നന്ദി പറയുന്നു. ഇനിയും ഞങ്ങൾ ആത്മീയമായിട്ട് തന്നെ ഇതിൽ തന്നെ ഉടമ്പടി തന്നെ മരണം വരെ ജീവിക്കാനാണ് ഞങ്ങൾ തീരുമാനിച്ചിരിക്കുന്നത്. അമ്മ മാതാവിനും തിരുകുമാരനും കോടാനുകോടി നന്ദി. അനുഗ്രഹീതർ എന്ന് ജനതകൾ നിങ്ങളെ വിളിക്കും. നിങ്ങളുടെ ദേശം ആനന്ദത്തിന് ദേശമാകും. സൈന്യങ്ങളുടെ കർത്താവ് അരുൾ ചെയ്യുന്നു. മലാക്കിയുടെ പുസ്തകം 3-ാം അധ്യായം 12-ാം വചനമാണ്. കൃപാസനം ഉടമ്പടി ദൈവത്തോടുള്ള ഒരു വിശ്വാസത്തിൻ്റെ പ്രഖ്യാപനമാണ്. ഉടമ്പടി മക്കൾ വെറും സാമ്പത്തിക അനുഗ്രഹം മാത്രമല്ല, ആത്മീയമായ സന്തോഷവും ദൈവ സാന്നിധ്യവുമാണ് അനുഭവിക്കുന്നത്. ഉടമ്പടി നമ്മെ ശൂന്യതയിൽ നിന്ന് സമൃദ്ധിയിലേക്ക് നയിക്കുന്ന ഓരോ ഉടമ്പടി സാക്ഷ്യങ്ങളാണ് നാം ഇവിടെ ഓരോ നിമിഷവും കേട്ടുകൊണ്ടിരിക്കുന്നത്. രോഗശാന്തിയും ജോലിയും ലഭിക്കുകയും ജീവിതത്തിൽ സമാധാനവും സന്തോഷവും കുടുംബത്തിൽ ഐക്യവും ഇവയെല്ലാം വാഗ്ദാനത്തിൻ്റെ ഒരു നിറവേറ്റലായിട്ടാണ് നാം സാക്ഷ്യങ്ങളിൽ കാണുന്നത്. അനുഗ്രഹീതർ എന്ന് ജനതകൾ അവരെ വിളിക്കുമെന്നാണ്, നിങ്ങളെ വിളിക്കുമെന്നാണ് ഉടമ്പടി മക്കൾ. ഇന്നിൻ്റെ ആവശ്യത്തിനനുസരിച്ച് ഇന്ന് നമുക്ക് ആവശ്യമായത് ദൈവം തരുമെന്ന പൂർണ്ണ വിശ്വാസമാണ് ഉടമ്പടി മക്കൾക്ക്. അതുപോലെ തന്നെയാണ് ഈ അമ്മ പ്രാർത്ഥിച്ചത്. മകന് 9 ലക്ഷത്തോളം രൂപ ഒരാൾക്ക് കൂട്ടുകാരന് കൊടുത്തു. 4 വർഷമായി ആ 9 ലക്ഷം തിരിച്ചു കിട്ടാനായിട്ട് അതിൻ്റെ പുറകെ പോയത്. പക്ഷേങ്കിൽ അത് നടന്നില്ല. ഉടമ്പടിയിൽ അച്ഛൻ അത് നിയോഗം വെച്ച് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് 4 വർഷം നടക്കാത്ത കാര്യം വെറും 3 മാസം കൊണ്ട് അവിടെ ഈ സമയ ചുരുക്കത്തിൻ്റെ അമ്മ ഇടപെട്ട് അക്കാര്യവും നടത്തി കൊടുക്കുകയാണ്. അതുപോലെ തന്നെയാണ് അമ്മയുടെ വിസിറ്റിംഗ് വിസയുടെ റിന്യൂവലും. ഇവിടെയെല്ലാം നമ്മൾ കാണാൻ സാധിക്കുന്നത് അനുഗ്രഹീതമായ ഒരു ജനതയാണ്. ഏത് മതമാണെന്ന് നോക്കുന്നില്ല, ദൈവത്തിൻ്റെ മക്കളാണ്. വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുകയാണ്, വിശ്വസ്തയോടെ ഉടമ്പടി നയിക്കുകയാണെങ്കിൽ ദൈവത്തിൻ്റെ അനുഗ്രഹം തീർച്ചയായിട്ടും അനുഭവിക്കാൻ സാധിക്കും. ആ ദൈവത്തിൻ്റെ സ്നേഹവും കരുണയുമാണ്. അനുഗ്രഹീതരെന്ന് ജനതകൾ നിങ്ങളെ വിളിക്കുമെന്ന് പറയുന്നത് അത് യാഥാർത്ഥ്യമാണ്. മലാക്കിയുടെ പുസ്തകം 3-ാം അധ്യായം 12-ാം വചനം പറയുന്നത് ഇന്നത്തെ ഉടമ്പടി മക്കളെ പറ്റിയാണ്. അനുഗ്രഹീതർ തന്നെയാണ് ഉടമ്പടി മക്കൾ. നിങ്ങളുടെ ദേശം ആനന്ദത്തിൻ്റെ ദേശമാകുമെന്നാണ്. ഉടമ്പടിയിലാകുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ കുടുംബത്തിൽ ആനന്ദം കൊണ്ട് സന്തോഷം കൊണ്ട് നിറഞ്ഞ് ഐക്യതയിലും സമാധാനത്തോടുമുള്ള ഒരു കുടുംബ ജീവിതമാണ് നമുക്ക് നയിക്കുവാൻ സാധിക്കുന്നത്. സൈന്യങ്ങളുടെ കർത്താവാണ് അരുൾ ചെയ്യുന്നത്. നമ്മൾ അനുഗ്രഹിക്കപ്പെട്ട ഒരു ജനത തന്നെ ആകുവാനായിട്ട്, ആ ദൈവ സാന്നിധ്യത്തിൽ ജീവിതം മുന്നോട്ട് നയിക്കുവാനായിട്ട് അനുഗ്രഹം ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം. ദൈവ സാന്നിധ്യത്തിൽ ഉടമ്പടി ജീവിതം കൂടുതൽ വിശ്വാസത്തോടെ മുന്നോട്ട് നയിക്കാം. നമ്മുടെ ജീവിതം ദൈവത്തെ മഹത്വപ്പെടുത്തട്ടെ എന്ന് പ്രാർത്ഥിക്കാം. ദൈവം നമ്മുടെ ജീവിതത്തെ ആനന്ദത്തിൻ്റെ ദേശമാക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും സതീഷിന് കുടുംബത്തിൽ ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും നമ്മൾക്ക് കരങ്ങളടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം. യേശുവേ നന്ദി, യേശുവേ സ്തുതി, ആവേ മരിയ. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.